എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഹർ പേഡ് और താരെ കിയാദ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അതിനകത്തെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, युद्ध के शिकार लोगों ने कौन कौन सी പരിശാനിയാൻ झेलनी पड़ती है. യുദ്ധത്തിന് ഇരയാകുന്ന ജനങ്ങൾക്ക് എന്തെല്ലാം വിഷമതകളാണ് സഹിക്കേണ്ടി വരുന്നത്. हर बार और खेती बाड़ी नष्ट हो जाते हैं. हर के अंक अलग अलग हो जाते हैं. जल मलिन हो जाता है और बीमारियां फैल जाती है. कठिन परिश्रम से हर बनाना पड़ता है और फसलों उगानी पड़ती है. कुछ काल तक गरीबी और अभाव में रहना पड़ता है. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഹർ ബാരി और खेती बारी നഷ്ട ഹോ ജാത്ത, വീടും കൃഷിസ്ഥലവും ഒക്കെ നഷ്ടമാകുന്നു. പിന്നെ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ വേർവിട്ട് പോകുന്നു. ജലം മലിനമാകുന്നു. ബീമാരി അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നു. പിന്നെ കഠിന പരിശ്രമത്തിലൂടെ വീണ്ടും അവർക്ക് വീടുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നു. കൃഷിയൊക്കെ വീണ്ടും ധാന്യവിളകളൊക്കെ നട്ടു വളർത്തേണ്ടി വരും. കുറച്ചു കാലത്തേക്ക് പട്ടിണിയും പോരായ്മകളും ഒക്കെ സഹിച്ച് ജീവിക്കേണ്ടതായിട്ട് വരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. हम किसी तरह पहुंच जाएंगे. इन कदम से बच्चों का कौन सा मनोभाव प्रकट होता है. ഞങ്ങൾ ഏത് വിധേനയും എത്തും. ഇതിൽ നിന്നും കുട്ടികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്. മാതാപിതാക്കെ പാനയ്ക്ക് ആശ और ദൃഢനിശ്ചയ പ്രകട ഹോത്താ ഹെ. മാതാപിതാക്കളുടെ അടുത്ത് എത്താനുള്ള ആഗ്രഹവും ദൃഢനിശ്ചയവുമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രകടമാകുന്നത്. എന്താ ക്വസ്റ്റ്യൻ, ബच्चे क्यों परेशान है. കുട്ടികൾക്ക് എന്തായിരുന്നു പ്രശ്നം? भाई बहन युद्ध के कारण अपने परिवार से बिछुड़ गए थे. യുദ്ധസമയത്ത് സഹോദരനും സഹോദരിയും കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയി. അബ് വേ അപ്പനെ ഹർ വാപ്പസ് ജാനാ ചാത്ത ഹെ. ഇപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു. ഉൻഹോനെ അപ്പനെ രക്ഷകോं से घर वापस जाने की അനുമതി മാങ്ങി. വീട്ടിലേക്ക് അവർ താങ്കളുടെ സംരക്ഷകരോട് തിരികെ പോകാനുള്ള അനുവാദം ചോദിച്ചു. ലേക്കിൻ കൈ കാരണോं से ഉൻഹോനെ അനുമതി നാദി. പല കാരണങ്ങൾ കൊണ്ട് അവർ പോകാൻ അനുവദിച്ചില്ല. ഇസിലിയെ ബच्चे പരീക്ഷാൻ ഹോ ഗए. അതിനാൽ ആ കുട്ടികൾ ദുഃഖിതരായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഉन्हें खाने और रात बिताने के लिए जगह मिलती रही. यहाँ शरणार्थियों के प्रति लोगों का कौन सा मनोभाव प्रकट होता है. അവർക്ക് ഭക്ഷണവും രാത്രി ചെലവഴിക്കാനുള്ള ഇടവും കിട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ അഭയാർത്ഥികളോടുള്ള ജനങ്ങളുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ലോഗോं की सहानुभूति और असहाय बच्चों की प्रति प्यार प्रकट होता है. ജനങ്ങളുടെ സഹാനുഭൂതിയും നിസ്സഹായരായ കുട്ടികളോടുള്ള സ്നേഹവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. अपने लक्ष्य, अഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, अपने लक्ष्य पर पहुंचने के संकेत मिलने पर भाई बहन आंसू बह रहे थे. इसका कारण क्या होगा. താങ്കളുടെ ലക്ഷ്യത്തിലെത്തിയെന്ന സൂചന ലഭിച്ചപ്പോൾ സഹോദരങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തായിരിക്കും ഇതിന് കാരണം? वर्षों के बाद अपने घर आए हैं. यहाँ तक पहुँचने उन्हें कई कठिनाइयाँ झेलनी पड़ी. हर के अंदर माँ बाप है. उनसे मिलने की आकांक्षा, लक्ष्य प्राप्ति की खुशी, सब मिलकर खुशी से आंखों भर आई. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വീട്ടിലെത്തിയത്. യഹാൻ തക് പൗഞ്ചിനെ ഉനെ കൈ കഠിനായിയാം ജലനപ്പടി. അവിടെ വരെ എത്താൻ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. വീടിനകത്ത് ഹർക്കെ അന്തർ മാ ബാപ്പ്, അച്ഛനും അമ്മയും വീടിനകത്തുണ്ട്. ഉൻസെ മിൽനേക്ക് ആകാംക്ഷ, അവരെ കാണാനുള്ള ആകാംക്ഷയും, ലക്ഷ്യപ്രാപ്തിക്ക് ഖുഷി, ലക്ഷ്യത്തിലെത്തിയതിൻ്റെ സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ചപ്പോൾ ഹുഷീസെ സന്തോഷം കണ്ട് ആംഖോം കണ്ണുകൾ ആയി നിറഞ്ഞ് വന്നു. द क्वेश्चन, लेकिन हमारे दिल में खुशी की कोई उम्मीद नहीं है. उनकी ജിന്ദഗി से इस कदम का क्या संबंध है. ഞങ്ങളുടെ മനസ്സിൽ സന്തോഷിക്കാനൊന്നുമില്ല. അവരുടെ ജീവിതം ഈ പ്രസ്താവനയുമായി എന്ത് ബന്ധമാണുള്ളത്? ഇതാരാണ് പറഞ്ഞത്? അച്ഛൻ പറയുകയാണ്. വസന്തം വന്നു കഴിഞ്ഞെന്നുള്ള അവർ
കേൾക്കുകയാണ് അച്ഛനകത്തിരുന്ന് പറയുന്നത്. അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നത് അവർ കേൾക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്ക് അവരുടെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളത്? ഉൻകെ ദോനോ ബച്ചെ യുദ്ധ കെ കാരൻ വർഷവും പകലെ ഉൻസെ അലഗ് ഹോ ഗയേ തേ. അവരുടെ 2 കുട്ടികളും യുദ്ധം കാരണം വർഷങ്ങൾക്ക് മുന്നേ അവരിൽ നിന്നും വേർപെട്ടു പോയിരുന്നു. വസന്ത് ഫിർസെ ആഗയ. വസന്തം പിന്നെയും വന്നു. പക്ഷി ഗാനെ ലഗെ. വസന്തം വീണ്ടും വന്നു. പക്ഷികൾ വീണ്ടും പാടാൻ തുടങ്ങി. ലേക്കിൻ എന്നാൽ ഉൻ ദോ ബുഡ്ഡേക്കെ ദിൽ അബി ശൂന്യ ഹെ. ആ വൃത്തരായ അവരുടെ ഹൃദയം ഇപ്പോഴും ശൂന്യമാണ്. ഉൻകെ ജീവൻ കാ വസന്ത് ബച്ചോങ്കി വാപ്പസി ഹെ. അവരുടെ ജീവിതത്തിലെ വസന്തം എന്ന് പറയുന്നത് മക്കളുടെ തിരിച്ചുവരവാണ്. ബഹുസുദിൻ അബി തക് നഹി ആയ ഹെ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇസിലിയെ ഐസെ കഹ. അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞത്. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഭായി ബഹൻ അവർ മാം ബാപ് കെ മിൽനെ കെ വക്ത് പ്രകൃതി ബി ഖുഷ് ഹെ. കുട്ടികൾ മാതാപിതാക്കളും കണ്ടുമുട്ടുന്ന സമയത്ത് പ്രകൃതി സന്തോഷവതിയായിരുന്നു. കഥയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ് ദിൻ സുബഹ ഉൻകെ പേട് കെ ശാഖാവോ മേ ദോ പക്ഷി ബഹുത് മീട്ടാസ് കെ സാത്ത് ഗാ രഹേ തേ. അന്നത്തെ ദിവസം അവരുടെ മരക്കൊമ്പിലിരുന്ന് പക്ഷികൾ വളരെ മാധുര്യത്തോടു കൂടിയാണ് പാടിയിരുന്നത്. താരാബി പന്തിയോങ്ക ബീച്ച് പഹലേസെ കഹി ജാദ ചമക് രഹാത്ത. നക്ഷത്രവും ഇലകൾക്കിടയിൽ കൂടി അന്ന് എല്ലാ ദിവസത്തേക്കും കൂടുതലായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ഹമാരി ഫട്കൻ ഖത്തം ഹോ ഗയി ഹെ. ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചു. ക്യാ സൻസാർ കെ സാരെ ശരണാർത്ഥി ഇസ് തരഹ് അപ്പനെ ഘർ പൗഞ്ച് പാത്തെ ഹെ. ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളും ഇതുപോലെ സ്വന്തം വീട്ടിൽ എത്താൻ സാധിക്കുന്നുണ്ടോ? അപ്പനീസ് രായ് ബതായി. നമ്മുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? എല്ലാവരും തിരികെ അവരുടെ വീട്ടിലേക്ക് എത്താറുണ്ടോ? ഇല്ലല്ലോ. നഹി, ഇല്ല. संसार के सारे शरणार्थी अपने घर नहीं पहुँच पाते हैं. ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളും സ്വന്തം വീട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. अश्रांत परिश्रम और किसी भी तरह घर पहुँचने का दृढ़ निश्चय के साथ. അശ്രാന്തമായ പരിശ്രമവും ഏതുവിധേനയും വീടെത്തണമെന്നുള്ള ദൃഢനിശ്ചയവും അതിൻ്റെ കൂടെ എന്തോടെ വേണം? ഭാഗ്യവി സാത്ത് ഹേത്തോ. കൂട്ടത്തിൽ ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ ജരൂർ പഹുഞ്ച് സക്തേ ഹെ. തീർച്ചയായിട്ടും വീട്ടിലെത്താൻ സാധിക്കും. ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രമേ അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരികെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ആക്ടിവിറ്റീസാണ്, നമുക്ക് നോക്കാം. क्वेश्चन. अपने घर वापस पहुंचने के लिए भाई बहन किन किन निशानों की याद करते हैं? कहानी से ढूंढ कर लिखो. വീട്ടിൽ തിരിച്ചെത്താനായിട്ട് അല്ലെ വീട് കണ്ടെത്താനായിട്ട് സഹോദരി സഹോദരന്മാർക്ക് ഏതെല്ലാം അടയാളങ്ങളാണ് ഓർമ്മയിലുള്ളത്? കഥയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ. घर के सामने सनोबर का एक पेड़ है. उसकी शाखाओं में हर सुबह 2 पक्षी गाते हैं और रात में उसकी शाखाओं के बीच से एक चमकीला तारा दिखाई देता है. വീടിന് മുമ്പിൽ ഒരു പൈൻമരമുണ്ട്. എന്നും രാവിലെ 2 പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ വന്നിരുന്ന് പാടാറുണ്ട്. രാത്രിയിൽ മരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെയും കാണാം. ഇതാണ് അവർക്ക് ഓർമ്മയിലുണ്ടായിരുന്ന അവരുടെ വീടിൻ്റെ ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ആക്ടിവിറ്റി. भाई बहन को अपने घर पहुँचाने में कईयों ने अपनी भूमिका निभाई है. സഹോദരങ്ങൾക്ക് വീട് കണ്ടെത്താനായിട്ട് പലരും സഹായിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളൊക്കെ കഥയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ് തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം തന്നിട്ടുണ്ട്. ഗീത് ഗാനെ വാലെ ദോ ചോട്ടെ പക്ഷിയോനെ രാസ്ത ദിഖായ. പാട്ടുപാടുന്ന 2 പക്ഷികൾ അവർക്ക് വഴികാട്ടി. അടുത്തത് നമുക്ക് നോക്കാം. നദിയോം ജീലോം പാർ കർണേക്ക് ലേ നാവോ മിൽ ഗയി. അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ അവർക്ക് നദികളും തടാകങ്ങളും ഒക്കെ കടക്കാൻ വള്ളം കിട്ടി. ചാന്ദ് കി റോഷിനീനെ രാസ്ത ദിഖായ. നിലാവെളിച്ചം അവർക്ക് വഴി കാണിച്ചു. മാതാപിതാ കി ഭാഷ ബോൾനെ വാലി ലഡ്കി കോ ദേക്ക. തങ്ങളുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ഒരു പെൺകുട്ടീനെ അവർ കണ്ടുമുട്ടി.
वे जहाँ जहाँ गए उन्हें खाने और रात बिताने के लिए ജഗ മിൽത്തി രഹി. അവർ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അവർക്ക് ആഹാരവും രാത്രി കഴിഞ്ഞുകൂടാനുള്ള സൗകര്യങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു. അടുത്ത ആക്ടിവിറ്റി സഹി മിലാൻ കരെ. ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അത് കഥാപാത്രങ്ങളും അവർ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളും അത് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന മനോഭാവം എന്തായിരിക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന കഥാപാത്രം ആരാണ്? ബായിയാണ്. ബായി പറഞ്ഞിരിക്കുന്ന വാചകം ഇതിൻ്റെ അകത്ത് ഏതാണ്? അബ് ഹമേ അപ്പനെ ഘർ മിൽ ഗയ, ഹമാരി ഫട്കൻ ഖത്തം ഹോ ഗയി ഹെ. കഥയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ വീട് കണ്ടെത്തി, നമ്മുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് ബായി പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ ആ സഹോദരൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നു? സഫലത പർ ഖുഷി, അവരുടെ കാര്യം സാധിച്ചല്ലോ, അവർ അതിൻ്റെ സന്തോഷം കൊണ്ടാണത് പറഞ്ഞത്. ഇനി അടുത്തത് രണ്ടാമത് തന്നിരിക്കുന്ന അഭിഭാവക്, അതായത് രക്ഷകർത്താക്കൾ എന്താണ് പറഞ്ഞിരുന്നത്? ഘർ ലൗട്ടെ ഹുയെ തുമേ മുസീബത്തുമേ ഹി പടേങ്കെ. അതായത് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യുദ്ധമൊഴിഞ്ഞ സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അവരുടെ രക്ഷാകർത്താക്കൾ പറഞ്ഞിരുന്നു. അത് എന്ത് മനോഭാവത്തോടെ ആയിരിക്കും പറഞ്ഞിരുന്നത്? ബായി ബഹൻകെ ഭവിഷ്യപ്പർ ആശങ്ക, അവർക്ക് അവരുടെ ഭാവിയിലുള്ള ആശങ്ക കൊണ്ട് പറഞ്ഞതാണ്. മൂന്നാമത് ബഹൻ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന ഏതാണ്? ബായി ഹം ഖടി ഭഖാടി ഓംബർ കൈസെ പൗഞ്ചെങ്കെ. നമ്മൾ ഈ കുത്തനെയുള്ള മലകളൊക്കെ എങ്ങനെയാണ് കയറുന്നത് എന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. രാസ്തേക്ക് ബാധാവും കെ ഡർ, അവരുടെ യാത്രയിലുള്ള ദുരിതം കൊണ്ട് ചോദിച്ചതാണ്. അടുത്തത് അമ്മ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുझे പത്താ താ കി ആജ് കോയി അച്ഛി ബാത് ഹോനെ വാലി ഹെ. അമ്മ പറയുന്നുണ്ട് ഇന്ന് എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കുന്നതായിട്ട് അവർക്ക് രാവിലെ മുതൽ തോന്നിയെന്ന് പറയുന്നുണ്ട്. അത് ഏത് മനോഭാവത്തോടെ ആയിരിക്കും? ജീവൻ മേ ഖുഷിയോ കെ ലൗട്ട് ആനേക്ക് പ്രതീക്ഷ, അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം തിരികെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അടുത്ത നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ബായ് അബ് ഹമേ അപ്പനെ ഹർ മിൽ ഗയാ ഹെ ഹമാരി ഫട്കൻ ഖത്തം ഹോ ഗയി ഹെ സഫലത പർ ഖുഷി. ബായിയുടെ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ടിപ്പണി എഴുതാനുള്ളതാണ്. ആദ്യത്തെ എന്താണ്? ഇസ് കഹാനി കാ കോൻ സാ പാത്ര ആപ്കോ അധിക് പസന്തായ ക്യൂ. ഏത് കഥാപാത്രമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്? ഞാൻ ഇതിൻ്റെ അകത്ത് ഭായിയാണ് എഴുതിയിരിക്കുന്നത്. ഭായിക്കോ അധിക് പസന്തായ, സഹോദരനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്യോങ്കി ഉസ്കെ ദൃഢ നിശ്ചയ കെ കാരൺ ഹി വേ വർഷോം വാദ് അപ്പനെ ഘർ വാപ്പസ് ആ സക്തെ വേ അപ്പനി ചോട്ടി ബഹൻ കാ സംരക്ഷൺ കിയാ ഹെ. ഈ സഹോദരന് വീട്ടിൽ തിരിച്ചെത്തണമെന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്നത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം അവരവരുടെ വീട്ടിലേക്ക് തിരികെ എത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ തൻ്റെ ചോട്ടി ബഹൻ്റെ, തൻ്റെ ചെറിയ സഹോദരിയുടെ സംരക്ഷണവും ആ ബായി ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ബായിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് അത് എഴുതാവുന്നതാണ്. അതിൻ്റെ ഒരു കാരണവും കൂടെ കണ്ടെത്തി എഴുതുക. അടുത്തത് നോക്കാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കഹാനിക്ക് ബായിക്ക് ചിത്രപ്പർ ടിപ്പണി ലിക്കോ. ബായിയുടെ ചിത്രത്തിൽ ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കഹാനിക്ക പ്രമുഖ പാത്ര ഹെ ബായി. കഥയിലെ പ്രധാന കഥാപാത്രമാണല്ലോ നമ്മുടെ ആൺകുട്ടി. യുദ്ധ കെ ദൗറാൻ ബായി और ബഹൻ മാതാപിതാ സെ വിഛുട് ഗയ. നമ്മുടെ യുദ്ധം കാരണം നമ്മുടെ സഹോദരി മാതാപിതാക്കളിൽ നിന്ന് അകന്നുപോയി. ഉസ് സമയ, ആ സമയത്ത് വഹ 8 സാൽ കാ ഥാ, അവന് 8 വയസ്സായിരുന്നു. വഹു ഹമേശ, അവൻ എപ്പോഴും അപ്പനി 6 സാൽ കി ബഹൻ കാ, അവൻ്റെ 6 വയസ്സുള്ള സഹോദരിയുടെ രക്ഷക് ബന, അവൻ എപ്പോഴും ഒരു രക്ഷകനായിട്ട് സഹോദരിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഫടക്തെ ഫടക്തെ ദോനം കിസി ദൂർ ദേശമേ പഹുഞ്ചി. അലഞ്ഞ് അവരവസാനം ഒരു ദൂരെ ഒരു ദേശത്ത് എത്തിച്ചേർന്നു. വഹാങ്കെ ഫലേ ലോഗോനെ ഉൻകി ദേഖ് ഫൽക്കി, അവിടെ ഉണ്ടായിരുന്ന നല്ല ആളുകൾ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു. വർഷവും ബീത്തെ ഗയെ അവർ ദോനോ ബഡെ ഹോഗയെ, വർഷങ്ങൾ കടന്നുപോയി, അവർ രണ്ടുപേരും വലുതായി. ലേക്കിൻ, എന്നാൽ മാതാപിത ഔർ ദേശ് കോ വെ ഭൂൽ ന സക്തെ, അവർ രണ്ടുപേരും തങ്ങളുടെ മാതാപിതാക്കളെയോ തങ്ങളുടെ രാജ്യത്തിനെയോ മറന്നില്ല. ഏക് ദിൻ ഖബറായി കി അബ് ഉൻകെ ദേശ് മേ ശാന്തി ഹെ, ഒരു ദിവസം ഇവർക്കൊരു വാർത്ത കേട്ടു,
അവിടുത്തെ യുദ്ധഭീതിയൊക്കെ ഒഴിഞ്ഞു. ഇപ്പോൾ അവിടെ ശാന്തമാണ്. കിസി ബി തരക്കർ പहुंच जाने का दृढ़ निश्चय लेकर ആത്മവിശ്വാസ് കെ സാത്ത് ദോനോ നിക്കൽ പടേ. രണ്ടുപേരും എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണമെന്ന ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസം കയ്യിലെടുത്ത് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നിറങ്ങി. ഹർ മുഷ്കിൽ കെ ജീർത്തേ ഹുയെ ആകെ ബഡേ. അവർക്ക് വഴിയിലൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മാറ്റി അവർ മുന്നോട്ട് തന്നെ പോയി. ഉസ്നെ ബഡി ജിമ്മദാരി കെ സാത്ത് ചോട്ടി ബഹൻ കാ സംരക്ഷൺ കിയ. ഈ ആൺകുട്ടി എല്ലാ പ്രശ്നങ്ങളിലും അവളുടെ സഹോദരിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നു. രാസ്തേമേ തക്കി ബഹൻ കോ അപ്പനെ ഹിമ്മത്ത് ബദായി. യാത്രയിൽ ക്ഷീണിതയായിരുന്ന തൻ്റെ സഹോദരിക്ക് ധൈര്യം പകർന്നു നൽകി. അന്തുമേ അവസാനം അവർ ബഹൻകെ സാത്ത് സഹോദരിയോടൊപ്പം അപ്പനി ഹർമേം പൗഞ്ച് ജാത്തേ ഹെ. അവസാനം അവർ അവരുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. അതിൻ്റെ മലയാളാർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഥയിലെ പ്രധാന കഥാപാത്രമാണ് സഹോദരൻ. യുദ്ധകാലത്ത് സഹോദരന്മാർ മാതാപിതാക്കളിൽ നിന്ന് വേർവിട്ടുപോയി. ആ സമയത്ത് സഹോദരന് 8 വയസ്സും സഹോദരിക്ക് 6 വയസ്സുമായിരുന്നു പ്രായം. സഹോദരൻ എപ്പോഴും സഹോദരിക്കൊപ്പം ഒരു രക്ഷകനെ പോലെ കൂടെ ഉണ്ടായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ് അവർ ദൂരദേശത്ത് എത്തിച്ചേർന്നു. അവിടുത്തെ നല്ലവരായ ആളുകൾ കുട്ടികളെ സംരക്ഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. കുട്ടികൾ വളർന്നുവെങ്കിലും മാതാപിതാക്കളെ സ്വന്തം നാടിനെയും മറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം വാർത്ത വന്നു, അവരുടെ നാട്ടിൽ യുദ്ധഭീതി ഒഴിഞ്ഞു. എങ്ങനെയും വീട്ടിൽ തിരിച്ചെത്തണമെന്ന ദൃഢനിശ്ചയത്തിൽ ആത്മവിശ്വാസത്തോടെ അവർ പുറപ്പെട്ടു. എല്ലാ ബുദ്ധിമുട്ടുകളും അതിജീവിച്ചവർ മുന്നോട്ട് പോയി. ഉത്തരവാദിത്വത്തോടെ സഹോദരിയെ സംരക്ഷിച്ചു കൊണ്ടുപോയി. യാത്രയെ ക്ഷീണിച്ച സഹോദരിയെ ധൈര്യം പകർന്നു കൊടുത്തു. അവസാനം അവൻ സഹോദരിയോടൊപ്പം സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്നു. അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി സംഭാഷണം എഴുതാനാണ്. ബഹുത് ഭട്ടകനെ കെ ബാദ് ഭായി ബഹൻ അപ്പനെ മാതാപിതാ സെ മിൽ സക്കെ പ്രസംഗ സംവാദ് ലിഖോ. ഇവർ കുറേ അലച്ചിലിന് ശേഷം അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്. അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബുഡ ആദ്മി അകത്തുണ്ടായിരുന്നു. അവരുടെ അച്ഛന് അവരോട് സംസാരിക്കുന്നതാണ്. ബുഡ ആദ്മി ബച്ചേ പാസ് ആവോ. കുട്ടികളെ അടുത്തേക്ക് വരൂ. ആജ് രാത്ത് ഹമാരെ സാത്ത് രഹോ. ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊപ്പം കഴിയൂ. ഹമാരെ ബച്ചേ അഗർ ഹമാരെ പാസ് ഹോത്തേ തോ. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ബിൽക്കുൽ തുംഹാരെ ജൈസെ സുന്ദർ ഹോത്തേ. അവർ തികച്ചും നിങ്ങളെപ്പോലെ തന്നെ സുന്ദരരായിരുന്നേനെ. അപ്പോൾ നമ്മുടെ ഭായി ബഹൻ മറുപടി പറയുകയാണ്, ഹമി ആപ്കാ ബച്ചേ ഹേ. ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലൗട്ടായേ. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. അന്നേരം അമ്മ എന്താണ് പറയുന്നത്? അമ്മ മുझे പത്താ താ കി ആജ് കോയി അച്ചി ബാത്ത് ഹോനെ വാലി ഹേ. അപ്പോൾ അമ്മ പറയുകയാണ്, എനിക്കറിയാമായിരുന്നു ഇന്ന് നല്ലൊരു കാര്യം സംഭവിക്കുമെന്ന്. ആജ് സുബഹ് ഹമാരെ പേട് കി ശാഖാവോ മേ ദോ പക്ഷി ബഹുത്ത് മീട്ടാസ് കെ സാത്ത് ഗാ രഹേ തേ. ഇന്ന് രാവിലെ നമ്മുടെ മരത്തിൻ്റെ ശിഖരങ്ങളിൽ 2 പക്ഷികൾ വളരെ മധുരമായിട്ടിരുന്ന് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭായി പറയുകയാണ്, ആജ് താരാ ബി പത്തിയോങ്കെ ബീച്ച് പഹലെ സെ കഹി ജാദ ചമക് രഹാ ഹേ. ഇന്ന് നമ്മുടെ നക്ഷത്രവും ചെറിയ ഇലകൾക്കിടയിൽ കൂടി നോക്കുമ്പോൾ വളരെ അധികം തിളങ്ങുന്നുണ്ട്. അബ് ഹമേ അപ്പന ഹർ മിൽ ഗയ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട് കണ്ടെത്തിയിരിക്കുന്നു. ഹമാരി ഫട്കൻ ഖത്തം ഹോ ഗയി ഹേ. ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ആവോ ബച്ചേ. വന്നാലും. ആവോ ആജ് ഹമാര ഖുഷി ഖാ ദിനെ. വന്നാലും വരൂ കുട്ടികളെ, വാ, നമുക്കിന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. അടുത്ത ആക്ടിവിറ്റി ഇൻ വാക്യോം കെ രേഖാങ്കിത് ശബ്ദോം പർ ധ്യാൻ ദേ. ഈ വാക്യങ്ങളിലെ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഏതാണ്? മേ തുമേ ലേ ജാവുങ്ക. ഞാൻ നിന്നെ കൊണ്ടുപോകും. തും അപ്പന ഹർ കൈസെ പഹുച്ചാനോകെ. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ വീട് തിരിച്ചറിയുന്നത്? ഹം കിസി തര പൗജ് ജായെങ്കെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും. കബീന കബി ഖർ മില്ലി ജായക. എപ്പോഴെങ്കിലും കണ്ടെത്തും. പേട് കെ ബീച്ച് സെ താര ദിഖായി ദേഹ. ഇടയിൽ കൂടി നോക്കുമ്പോൾ താരേനെ കാണാം. ബഹുഭാഷ സുനായി ദേഗി. അത് നമ്മൾക്ക് കേൾക്കാൻ കഴിയും. കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കും, നമ്മൾ ആ ഭാഷ കേൾക്കും.
ഈ അടിവരയിട്ടിരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത എന്താണ്? ജാവുങ്ക, പഹിച്ചാനോഗെ എല്ലാം ഗ, ഗേ, ഗി ഇതാണ് അവസാനം വന്നിരിക്കുന്നത്. കൊണ്ടുപോകും അല്ലെ എത്തിച്ചേരും, ഇതാണല്ലോ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥമായിട്ട് വരുന്നത്. അതായത് ഇത് ഭാവി കാലമാണ്, വരാനിരിക്കുന്ന കാലം. ഹിന്ദിയിൽ ഭവിഷ്യത്ത് കാല എന്നാണ് പറയുന്നത്. ക്രിയയിൽ നമ്മൾ വരാനിരിക്കുന്ന കാലത്തെപ്പറ്റി സൂചിപ്പിക്കുന്നതാണ് ഭവിഷ്യത്ത് കാലം എന്ന് പറയുന്നത്. ഭവിഷ്യത്ത് കാലത്തിലുള്ള ഈ വാക്യം അവസാനിക്കുന്നത് ഗ, ഗേ, ഗി ഇവയിലായിരിക്കും. മനസ്സിലായല്ലോ? ഇവിടെ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ഗ്രാമറിൻ്റെ തന്നെ ഒരു പോർഷൻ എഴുതുന്നുണ്ട്, അപ്പോൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ബതായിയെ രേഹാങ്കിത് ശബ്ദോങ്ക സംബന്ധ വാക്യക്ക് കിസ് ശബ്ദ സെ ഹെ. ഈ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ വാക്യത്തിലെ ഏത് വാക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് വാക്കുമായിട്ടാണ്? മേ, തും, ഹം ആദ്യം വന്നിരിക്കുന്ന നാമവുമായിട്ടാണ്. രേഹാങ്കിത് ശബ്ദോം ക സംബന്ധ വാക്യക്ക് സംഖ്യാ ശബ്ദ സെ ഹെ. സംഖ്യാ ശബ്ദത്തിൽ നാമവുമായിട്ടാണ് ബന്ധം വന്നിരിക്കുന്നത്. യേ വാക്യ ഭവിഷ്യത്ത് കാൽ കാ ഹെ. ഭാവി കാലത്തെ പറ്റി ഉള്ള വാക്കുകളാണിത്. അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് പട്കഥ എഴുതാനാണ്. എന്താണ് പട്കഥ? തിരക്കഥയാണ് പട്കഥ എന്ന് പറയുന്നത്. തിരക്കഥയുടെ മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു കഥ വേണമല്ലോ, എന്നാലേ നമുക്ക് തിരക്കഥയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് വേണ്ടത്? ദൃശ്യം. നമ്മൾ അങ്ങനെയാണല്ലോ എഴുതുന്നത്. ദൃശ്യം നമ്പർ 1, ദൃശ്യം നമ്പർ 2 അങ്ങനെയാണല്ലോ എഴുതുന്നത്. അതിന് ശേഷം എന്താണ് വേണ്ടത്? കഥാപാത്രങ്ങൾ വേണം. കഥാപാത്രങ്ങളുടെ വയസ്സ്, ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ സ്ഥലം, എവിടെയാണ് സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ അത് നടക്കുന്ന സമയം, അവരുടെ വസ്ത്രധാരണം, അവരെന്ത് ചെയ്യുന്നു, പിന്നെ അവരുടെ സംഭാഷണം. ഇതെല്ലാമാണ് നമ്മുടെ തിരക്കഥയിൽ വേണ്ടത്. അങ്ങനെ ഒരു തിരക്കഥ എഴുതാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഥയുടെ മർമ്മസ്പർശിയായി ഏതെങ്കിലും സന്ദർഭത്തിനനുസൃതമായി തിരക്കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം. ആദ്യം എന്താണ്? ദൃശ്യം നമ്പർ 2. അവിടെ ദൃശ്യം നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, നമുക്ക് ദൃശ്യം നമ്പർ 2 കൊടുക്കാം. എക് നയ ഫാം ഹൗസ് ശാം കാ സമയ. അപ്പോൾ അവിടെ എന്തായി? സ്ഥലവുമായി സമയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്കഥ എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങളുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പഹാടി രാസ്ത ശാം കാ സമയ. അപ്പം അവിടെ സമയവും പറഞ്ഞിട്ടുണ്ട്, സ്ഥലവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏക് നയ ഫാം ഹൗസ്, പുതിയൊരു ഫാം ഹൗസ്, ശാം കാ സമയ, വൈകുന്നേരത്തെ സമയം. അപ്പോൾ ഇവിടെ സ്ഥലവും സമയവും കിട്ടി. ഇനി പശ്ചാത്തലം വേണം. फार्म हाउस की रसोई में 2 शरणार्थी भाई बहन 13 साल का लड़का 11 साल की लड़की खाना खा रहे हैं. वे हर वालों से अपनी कहानी बता रहा है. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ദൃശ്യ നമ്പർ കൊടുത്തു, സ്ഥലവും സമയവും എഴുതി. ഇനി ബ്രാക്കറ്റിൽ അവിടെ എന്ത് നടക്കുന്നു, ആ സന്ദർഭത്തിൽ അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ആരൊക്കെയുണ്ട്, അവരുടെ വേഷം, അവരുടെ പ്രായം ഇവ ഉൾപ്പെടുത്തുക. അതിനുശേഷം എന്നിട്ട് അവർ തമ്മിലുള്ള ഡയലോഗ് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ നയ ഫാം ഹൗസ് ശാം കാ സമയം, സ്ഥലവും സമയവും കൊടുത്തു. ഇനി ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ്? ഫാം ഹൗസിൽ എന്താണ് നടക്കുന്നത്? രസോയിമേ, അടുക്കളയിൽ, ശരണാർത്ഥി ബായി ബഹൻ 13 സാലുള്ള ലടുക്കിയും 11 സാൽക്കി ലടുക്കിയും എന്ത് ചെയ്യുകയാണ്? ഖാന ഖാ രഹേ ഹെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവർ ആ വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ആ സംസാരിക്കുന്നതാണ് നമ്മൾ ഇവിടെ സംഭാഷണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം ബായി, ഹമാരെ പാസ് ഹർക്കി ഏക്കി നിശാനി ഹെ, ഞങ്ങൾക്ക് ഒരടയാളേ ഉള്ളൂ. അതെന്താണ്? ഉസ്ക സാമനെ സനോവർ കാ ഏക പേട് ഹെ, उसकी शाखाओं पर सुबह 2 പക്ഷി गाते हैं. അപ്പോൾ ബഹൻ പറയുകയാണ്, രാത് में उनके बीच से एक चमकीला तारा दिखाई देता है. അപ്പോൾ രണ്ടുപേരും പറയുകയാണ്, അവരുടെ വീടിൻ്റെ അടയാളങ്ങൾ പറയുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരൻ എന്താണ് പറയുന്നത്? യഹ ഹജാറോ സനോവർ ഹെ, उन पर हजारों പക്ഷി गाते हैं और हजारों तारे आसमान में चमकते हैं. तुम अपना घर कैसे पहचानोगे? അവർ അപ്പോൾ ചോദിക്കുകയാണല്ലോ, ഇവിടെ ആയിരക്കണക്കിന് പൈൻമരങ്ങളും ആയിരക്കണക്കിന് പക്ഷികളും ആയിരക്കണക്കിന്
നക്ഷത്രങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് വീട്? അപ്പോൾ ഭായ് ബഹൻ പറയുകയാണ്, ജബ് ഹം അപ്പനെ ദേശ് പൗൻ ചുക്കേ ഹോ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയല്ലോ, നാട്ടിലെത്തിയല്ലോ. തോ ഹമേ വഹ് പേട് ഭി മിൽ ജായേഗ, ഞങ്ങൾക്ക് ആ മരവും കണ്ടെത്താൻ കഴിയും. യഹാൻ തക് പൗഞ്ചിനെ കെ ലിയെ, ഇവിടെ വരെ എത്തുന്നതിന് വേണ്ടി ദോ പക്ഷി ബി ഹമേ രാസ്ത ബതാത്തെ രഹേ, 2 പക്ഷികൾ ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു. ഇനി അതിൻ്റെ ഇടയിൽ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുകയാണ്, രാത്തുമേ മഹാൻ ടഹർക്കർ സുബേരെ ദോനോം സഫർ ജാരി രഹി. അതിനുശേഷം എന്താണ്, അവർ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങി, അതിനുശേഷം രാവിലെ എണീറ്റ് യാത്ര തുടർന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു തിരക്കഥ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. പാഠഭാഗത്തിന് വേറെ ഏതെങ്കിലും പോർഷൻ കണ്ടെത്തി നിങ്ങൾക്ക് സ്വയമായിട്ടും എഴുതാവുന്നതാണ്. ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.